ഏയ് എന്റെ കണ്ണിന്ന് കുറച്ച് വെള്ളം വന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, ഇത്രേ ഉള്ളു വാങ്ങിയിട്ടല്ലോ അല്ല പശുവിനെ. എനിക്ക് എന്റെ ഇപ്പൊ കിട്ടും. എന്റെ പേർക്കാൻ എനിക്ക് വേണ്ടി ഞാൻ ജനിച്ചപ്പോ ഇത്തിരി സാധനം വാങ്ങിയ ഓർമ്മ എനിക്കില്ലല്ലോ. അതല്ല പേടി. അതായത് ഇല്ലേ, കുട്ടിക്കുള്ളതേ കിട്ടിയിട്ടുള്ളൂ, ഓൾക്ക് ഇത് കിട്ടിയിട്ടില്ല, ഓൾക്കുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. അതിന് ഇനി വേറെ പർച്ചേസിന് പോണല്ലോ. ഞാൻ എന്തായാലും ഈ ഒന്നില് നിർത്തി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ബേബിന്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഉള്ളത് നമ്മൾ കുന്നമംഗലത്താണ്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ചും കൂടെ വരാം. ഇവിടെ ബേബി ഹഗ് എന്നൊരു ഷോപ്പ്, ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഓപ്പൺ ചെയ്തൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ഫുൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അത് എല്ലാ സാധനവും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് കണ്ടു വെച്ചിട്ടുണ്ട്. രാത്രി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ ഒന്നും കൂടി വന്നിട്ട് ഫുള്ളായിട്ട് വേണ്ടത് പർച്ചേസ് ചെയ്തു. അത്യാവശ്യം ഉള്ളത് മാത്രം, അങ്ങനെ കുറെ പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. ആ അതെ അതെ. പിന്നെ ജുബിക്കുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അത് ഇവിടെ ഇല്ല. അല്ല എന്റെ കയ്യിന് എല്ലില്ലേ ആട്ടാന്? സാറില്ല, ഞാൻ ആട്ടി കൊടുത്തോണ്ട്. പിന്നെ ഇതെന്താ സ്പീഡ് സെറ്റ് ചെയ്തൊക്കെ നമുക്ക് ആട്ടാൻ പറ്റുമല്ലോ, ഓട്ടോമാറ്റിക് ആണ്. രാത്രി 3-4 നീച്ച് കണ്ടവളെ കാലോ വായോണ്ട് പൊത്തി പിടിച്ചാൽ മതി. ശരി, എത്രയാണ് ടോട്ടൽ ബില്ല്? വളരെ ഒരു ചെറിയ ബില്ല് കിട്ടിയിട്ടുണ്ട്. ഏയ് എന്റെ കണ്ണിന്ന് കുറച്ച് വെള്ളം വന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പർച്ചേസ് കഴിഞ്ഞു വീട്ടിലെത്തി. പൊട്ടിക്കണം, ഇത് പൊട്ടിച്ചിട്ടാണ് എന്റെ അമ്മക്കൊന്നൊക്കെ അലക്കിടാന്. അതല്ല, ആ റെയിൽവേ ട്രാക്കിന്റെ മേലെ ബില്ല് എവിടെ? ബില്ലിന്റെ ബാഗിലുണ്ടായിരുന്നു. തന്നെ അതിൽ കൊണ്ടത്
ഈ വളരെ ചെറിയ ബില്ലായിരുന്നു, ഞാൻ കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. അതെ, ഇനിയും സാധനങ്ങൾ വാങ്ങാൻ. അത് കേൾക്കുമ്പോഴാണ് പിന്നെ നെഞ്ഞു വേദന. എനിക്കുള്ളത് വാങ്ങിയില്ല, ഇനിയും കുറെ സാധനങ്ങൾ വാങ്ങാണ്ട്. പാത്തോ, ഞാൻ എൻ്റെ അക്കൗണ്ട് ബാലൻസ് നോക്കുമ്പോൾ അതിലിങ്ങനെ 0.000 എന്നാണ് ഞാൻ കണ്ടത്. ആ മൂന്നോ, അത് പോയിന്റിന്റെ അപ്പുറത്താണ്, അതല്ല അതിന്റെ വാല്യൂ ഇല്ല. 3 പൈസയാണ്, അതുകൊണ്ട് കാര്യമില്ല. ആ പെട്ടി പൊട്ടിക്കാം. യെസ്, നമ്മൾ തറകളാണെന്ന് വിചാരിക്കും. യെസ്, ഞാൻ സ്വതുവെ എങ്ങനെ തന്നെയാണ്. അതെ, സ്വതുവേന്റെ അർത്ഥം. പിന്നെ ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ജുബി വേണ്ടപ്പെട്ട ഒരു സാധനം പോലും വാങ്ങിയിട്ടില്ല എന്നാണ്. വേണ്ടാത്ത കുറെ സാധനം വാങ്ങിക്കുന്നു. അതെ, എനിക്കെന്തും പറയാലോ. ഞാൻ ഇതിനു മുമ്പ് ബേബിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടില്ലല്ലോ, സോ എനിക്കെന്തും പറയാലോ. അല്ല, ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ലെന്നല്ല. അതെ, ഇത്രയേ ഉള്ളൂ വാങ്ങിയിട്ടല്ലോ. അല്ല പശുവിനെ എനിക്ക് എന്റെ ഇപ്പൊ കിട്ടും. എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ബേബിന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതാണ്. ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ വാങ്ങിയതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഡിറ്റർജന്റ് അല്ലേ? ഡിറ്റർജന്റ്. പിന്നെ ഇത് മറ്റേ വാഷ് ക്ലോത്ത്, തുണി, അത്ര തന്നെ. അതായത് ഞാൻ ഫീഡൊക്കെ ചെയ്യുന്ന സമയത്ത് ബേബിന്റെ മേത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുടയ്ക്കാനാണ്. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. എന്റെ പേർക്കാൻ എനിക്ക് വേണ്ടി ഞാൻ ജനിച്ചപ്പോ ഇത്തിരി സാധനം വാങ്ങി ഓർമ്മ എനിക്കില്ലല്ലോ. അങ്ങനത്തെ കുറെ ഉണ്ട് കേട്ടോ, കുറെ ടവൽസ് ഉണ്ട്. ഞാനൊരു പെട്ടി വാങ്ങിയിട്ടുണ്ട്. ഇനി വാങ്ങണം എന്നുണ്ടെങ്കിലും ഞാൻ എന്തായാലും ഈ ഒന്നില് നിർത്തി. പിന്നെ നെക്സ്റ്റ് ഇതാ കുഞ്ഞ് കത്രിക, കുഞ്ഞ് നെയിൽ കട്ടർ. ഈ സാധനം എന്താന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്. അത് എടുത്താൽ മതി കുട്ടിക്കല്ലേ. ഓക്കെ, ഇത് കണ്ടില്ലേ, നെയിൽ കട്ടറും ചെറിയ കുഞ്ഞ് കത്രികയും. ഇത് രണ്ടും ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. എന്തൊക്കെ കൊണ്ടുപോകണതെന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഫസ്റ്റ് പർച്ചേസ് തുടങ്ങിയിട്ടുള്ളൂ എന്നോട് പറഞ്ഞത്. പിന്നെ ബേബിന്റെ ചെരുപ്പ്. അതെ, പിന്നെ വൈപ്സ് ബേബിക്കുള്ള. അത് കൊറേ പാക്കറ്റ് വാരി കൂട്ടണ. ഇതില് വൈപ്സ് ഞാന് ഇത് വൈപ്സ് ആണ്. 22 പീസ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനമാണ്. എന്റെ മുന്നിൽ നിന്ന് മാറ്റിച്ചാണ് ഞാൻ ബിസ്ക്കറ്റും പാക്കറ്റ് വെച്ചിട്ട് പൊട്ടിച്ചാളും. പിന്നെ ബേബിന്റെ ഷാമ്പൂ. ഇതൊക്കെ നമ്മൾ പോയ ഷോപ്പിന്റെ ഓല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ബേബി ഹഗ്. അവരെ ബേബി ഹഗിന്റെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ അതിലുള്ള അവരെ സോപ്പാണിത്, മിൽക്കി സോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ ചോദിച്ചത് നല്ലതാണോ, അപ്പോൾ ഒരു നല്ലോണം പോണ സോപ്പാണ്. കുറെ നല്ല റിവ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സോപ്പാണ്. അവരെ തന്നെ പൗഡർ ആണ്. ഓക്കെ, പിന്നെ കുറെ ഇത് വാങ്ങാനുണ്ട് കേട്ടോ. ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഓർമ്മിപ്പിക്കണ്ട. പിന്നെ കുഞ്ഞിങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടണ ഉടുപ്പ്. ഇതിലിപ്പോ ഏത് ഉടുപ്പാ വാങ്ങേണ്ടി അവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം റോസ് പുള്ളിയുള്ളതുണ്ട്, വൈറ്റ് പുള്ളിയുള്ളതുണ്ട്. ആൺകുട്ടിയെ പെൺകുട്ടിയാന്ന് നമുക്ക് അറിയില്ലല്ലോ. സോ വൈറ്റ് വാങ്ങി, അതാവുമ്പോ ഇതിപ്പോ ഏതാണെങ്കിലും പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് വൈറ്റ് നമ്മളിങ്ങനെ കെട്ടണത് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മള് വാങ്ങിയത് തൊപ്പി. അതേപോലെ തന്നെ തൊപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? കുട്ടി ഊട്ടിയിലൊന്നുമല്ലല്ലോ ജനിക്കണത്. നമ്മൾ ഈ ചൂടത്തുള്ള കുഞ്ഞ് ഷോക്സ്. അതേപോലെ തന്നെ കൈ ഇങ്ങനെ വായലൊന്നും ഇടാനെക്കാനുള്ളത്. ആണോ? ഞാൻ ഇടയ്ക്ക് വായലിടുന്ന സ്വഭാവം എനിക്ക് തന്നേണ്ടത്. പിന്നെ തൊപ്പി എനിക്കുള്ളൂ. ഓക്കെ, ഇതപ്പം ഞാൻ ഇത് പാക്കറ്റിൽ വെക്കാം. തീർന്നിട്ടില്ല മക്കളെ, തീർന്നിട്ടില്ല. ഇതെന്താ? ഇത് ലോഷനാണ് കേട്ടോ, ബേബിന്റെ ലോഷനാണ്. ലോഷന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അമ്മ കൊണ്ടുവന്നതിലുണ്ട്. അവിടുന്ന് ദുബായിന്ന് കൊടുന്നതിൽ ലോഷൻ ഉണ്ടായിരുന്നു. എന്തിനാ വാങ്ങി? പിന്നെ ഇതന്നെയല്ലേ ഇപ്പൊ നേരത്തെ കാണിച്ചത്. പോരെ, എന്താണ് കുട്ടീന് പാഷൻ പരേഡിന് പോവാ മിനിറ്റിന് സോക്സ് കളിക്കാൻ. നമ്മൾ ഇതൊക്കെ പാടന്ന് വാരി കൂട്ടിയിട്ട് ഒരു ഗുഡ് സോട്ട് റോസ് വിളിച്ച് വരുന്ന അവസ്ഥയാണ്. പിന്നെ ഇത് വൈറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടോ, വൈറ്റ് ഷൂസ്. അപ്പൊ ഇതന്നെയല്ല അതും തൊപ്പി ഷോക്സ്. വെരി ഗുഡ്. ഒരേ സാധനം തന്നെ 5 10 വാങ്ങിക്കണം. വെറുതെ അല്ല അത്ര ബില്ല്. അതല്ല പേടി. അതായത് ഇല്ലേ, കുട്ടിക്കുള്ളതേ കിട്ടിയിട്ടുള്ളൂ, ഓൾക്ക് ഇത് കിട്ടിയിട്ടില്ല, ഓൾക്കുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. അതിന് വേറെ പർച്ചേസിന് പോണല്ലോ. പിന്നെ ഇങ്ങനെ കെട്ടുള്ള കയ്യിൽ കെട്ട് വരുന്ന അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്.
നല്ല സ്ട്രോബെറി ഡോട്ട്സ് അങ്ങനത്തെ 3 ഉടുപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഉമ്മ വാഷ് ചെയ്യണം. ഓക്കെ. പിന്നെ ഇപ്പൊ എല്ലാം വാഷ് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എല്ലാവരും ടച്ച് ചെയ്യുന്നതും ഇതൊക്കെ അല്ലേ. സോ ബേബിക്ക് വാഷ് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചിലർ ചോദിക്കും പ്രഗ്നൻസിക്ക് ഇനിയും 1-2 മാസം ഇല്ലേ? 1-2 മാസമൊന്നുമില്ല, ഒരു മാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു മാസം ഇല്ലേ, എന്തിനാ എത്ര നേരത്തെ വാങ്ങി വെക്കണത് എന്ന് ഇവർക്ക് നേരത്തെ തന്നെ ഇത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഡിറ്റർജന്റിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടോ. ബേബിക്ക് ഈ രോഗപ്രതിരോധ ശേഷികളൊക്കെ കുറവായിരിക്കില്ല. അപ്പോൾ ഇത് പിന്നെ ബേബിന്റെ കഴുത്തിലൂടെ ഫീഡൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ഷെഫുമാരുടെ സാധനം. ഓക്കെ. അതിൽ നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്, ഗ്രീൻ ആൻഡ് പിങ്ക് കളേഴ്സ് ഉണ്ട്. അപ്പം അതും സെറ്റാക്കി. പിന്നെ എന്റെ കുഞ്ഞാവക്ക് ആരും കുഞ്ഞാവക്കെ നമ്മളെ എന്റെ കുഞ്ഞാവക്കെ ഇവിടെ വായി കുട്ടി വരട്ടെ. ഡെയിലി അന്ന് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാന്നായിരിക്കും കുട്ടിക്ക് ഞാൻ ഡെയിലി ക്ലാസ് കൊടുക്കല്. പിന്നെ ഇത് നമ്മള് ബെഡിലൊക്കെ വിരിക്കാം. ഇതില് എന്താ പറയാ, ബേബി എന്തെങ്കിലും മൂത്രമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഒന്നും ആവുന്നില്ല. കണ്ടോ, ബാക്കിൽ മറ്റേ ഇതിനെന്താ പറയാ, പ്ലാസ്റ്റിക്കാ അങ്ങനെ എന്തോ ആണ്, എന്തോന്ന് പറഞ്ഞു എന്നോട്. ബെഡിലാവൂല, ഇതിൽ തന്നെ അത് ഒന്ന് ഡ്രൈ ആയിട്ട് അങ്ങനെ തന്നെ പോകും. അപ്പൊ അങ്ങനത്തെ 2 സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്മോൾ സൈസ് ആണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ലാർജ് എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പൊ ഇതന്നെ ഇനി റിപ്പീറ്റ് ഉണ്ടാവും പർച്ചേസ്. ഈ ഒരു കാര്യം ചെയ്യും, പപ്പനെ കൂട്ടി പോയിക്കോണ്ടി, ബില്ലൊക്കെ മൂപ്പര് നോക്കിക്കോളും. 2 കളർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും. ഓക്കെ, വെരി ഗുഡ്. 2 ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഞാൻ വാങ്ങിയത് പിന്നെ ഇതേപോലെ തന്നെ ഷോക്സും. കാരണം നമുക്ക് ഷോക്സ് ബേബിക്ക് അത്യാവശ്യമാണ്. ഞാൻ ഡെലിവറി കഴിയുന്നത് തന്നെ നല്ല മഴയുള്ള ടൈമിലാണ്. അപ്പം എന്തായാലും ബേബിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പം ഇത് ഷോക്സ്. പിന്നെ ഷോക്സാ? അപ്പൊ 4 ഷോക്സാ? ഇത് പിന്നെ കയ്യിലിടുന്ന എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടി, അതിൽ തൊപ്പില്ലേ? ഇങ്ങനൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതെന്താ പ്രശ്നം? ഇത്രയും വാങ്ങിയില്ലല്ലോ പ്രശ്നം. ഇത് തീർന്നിട്ടില്ലല്ലോ. ഇത് ഫസ്റ്റ് റൗണ്ട് ഓഫ് പർച്ചേസ് ആണല്ലോ. ഫസ്റ്റ് റൗണ്ട് ഓഫ് ആണ്. പിന്നെ ഇത് വരുന്നത് മറ്റേ എന്താ പറയാ, ബേബിക്ക് നമ്മൾ അടിയില് സ്നെഗ് എന്തായാലും അതിനെന്തായാലും പറയല് സ്നെഗിന്നല്ലായിരുന്നു അതന്നെ. അത് വെച്ചിട്ട് അത് വെക്കേണ്ട ആവശ്യമില്ല, അല്ല ജസ്റ്റ് ഇങ്ങനെ ബേബിനെ നമ്മൾ കെട്ടൂലേ, ബേബിനെ മൂത്രം പോയി കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കെട്ടുന്ന സാധനം കേട്ടോ അത്. ഇതൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ഗൈസ്. എന്റെ അമ്മ പഠിപ്പിച്ചെന്നോളും ബാക്കിയൊക്കെ. ഇങ്ങനെ കെട്ടിന്റെ ബേബി ഇങ്ങനെ കാല് വെച്ച് ഉതിരും. അപ്പൊ അതിൽ കുറെ കളേഴ്സ് ഉണ്ട്, നല്ല നല്ല കുറെ കളേഴ്സ് വരുന്നുണ്ട്. എത്ര വാങ്ങിക്കണം? അതൊരു സെറ്റ് ഫുൾ ആയിട്ട്. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. പിന്നെ ഇത് അത് ബേബിനെ കുളിപ്പിക്കുമ്പോൾ ബേബിനെ കുളിപ്പിക്കുമ്പോൾ ജസ്റ്റ് ബേബിനെ ഇങ്ങനെ ഒരുതാൻ പറ്റില്ലല്ലോ, സോഫ്റ്റ് സ്കിൻ ആണ്. വല്ല ചേർത്തപ്പെടുത്തുമായിട്ട് കൊടുത്താൽ പോലെ. ഞാൻ എടുത്തോളൂ. എന്തേ ആ കുട്ടി വലുതായി അതിന് കാട്ടാ. അത് വാങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞേക്കണം, നോക്കി പഠിച്ചണ്ട. വാങ്ങിയാ പോരെ കുട്ടിക്ക് കാണാൻ നിനക്ക് വേറെ വാങ്ങിയാ പോരെ. ഇത് പിന്നെ ടർക്കി, ഒരു ടർക്കി 2 ടർക്കിയും കൂടി വാങ്ങണം എനിക്ക് എന്തായാലും. ഇനി 2 ഇതൊരു ടർക്കി ഉള്ളൂ. ഒരു ടർക്കി തിരിഞ്ഞിട്ട് ഒരു ടർക്കി എടുക്കണ്ട എനിക്ക്. അതെ, അതാണല്ലോ. ഒരു ടർക്കി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ടർക്കിയും കൂടി വാങ്ങണം. കുറച്ച് വലിയ ടർക്കിയാണല്ലോ. ഓക്കെ ഓക്കെ, ഇതാണ് വാങ്ങിയ ടർക്കി. ഇതൊന്നല്ല, ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള പാക്കിംഗ് വീഡിയോ വേറെ തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ അതിനു മുമ്പ് അവൾക്ക് പെയിന് വന്നിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് വരുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അല്ല അതല്ല, ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്റെ ഫ്രണ്ടും എൻ്റെ അതേ സെയിം ഡേറ്റ് ആണ്. ഓനിപ്പോ എന്തായാലും പ്രസവം കഴിഞ്ഞു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്, കാരണം 1 മാസത്തോളം മുമ്പോട്ടാണ് പ്രസവ ഡേറ്റ് അവർക്കൊക്കെ വരുന്നത്. പിന്നെ ഇത് നമ്മളെ കുട്ടിനെ പൊതിയാനുള്ളത്, ഇതിൽ തലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പൊതിയും. പിന്നെ മിക്ക ആൾക്കാരും ഉമ്മ അടക്കം പറയുന്നത് ഫസ്റ്റത്തെ ഡെലിവറിക്ക് പറഞ്ഞ ഡേറ്റിനിങ്ങായിട്ട് ഒരു 15 ദിവസമെങ്കിലും മുമ്പോട്ടായിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ബേജാറാണ്. ഈ മാസം 27 ജുബിയുടെ ഏറ്റവും ലാസ്റ്റത്തെ ടെസ്റ്റ് അല്ലെ, സ്കാനിങ് പറഞ്ഞിട്ടുള്ള ഡേറ്റ് കേട്ടോ. ഇതിൽ 2 കളേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടീനെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തലയിലൊക്കെ വെച്ച് നല്ല സുന്ദരിയാക്കണ്ടേ. സുന്ദരനാണോന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് 2 എടുത്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ടോ പർച്ചേസ്. ഓ എന്തൊരു വിഷമടാ പശുവിനെ, കഴിഞ്ഞിട്ടോ പശു. ഇത് നമ്മള് ലാബ് റൂമിൽ അല്ല ഒരു മഞ്ഞ സാധനം വാങ്ങിയിട്ടില്ല നമ്മൾ, അത് എടുത്തിട്ട് മനസ്സിലായോ എനിക്ക്? മഞ്ഞ മറ്റേ ഇങ്ങനെ തലന്റെ അവിടെ ഇത് നമ്മളെ കുഞ്ഞുവാവ വരുമ്പോ ലാബ് റൂമിൽ നിന്ന് ഒരു ചോയ്ക്കാണെങ്കിൽ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം ബേബി നമ്മളിങ്ങനെ ഇങ്ങോട്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ മിംസിലല്ല, മിംസിൽ ഓൾറെഡി ഇങ്ങനെ ടർക്കിയിലൊക്കെ ആക്കിയിട്ടാ തരിക എന്നാണ് ഉമ്മ ഒക്കെ പറഞ്ഞത്. എനിക്കറിയില്ല, എന്തായാലും നമ്മൾ വാങ്ങി വെക്കണല്ലോ, അത്ര തന്നെ. പിന്നെ ഇതിങ്ങനെ കെട്ടണം കേട്ടോ, ഇതിന്റെ കൂടെ കെട്ടണതാണ്. പിന്നെ ഞാൻ വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ബെഡും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ബെഡും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാസിക്കാകനും അത് സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തേങ്ങയാണ് അവിടെ തന്നെ ചോദിച്ചപ്പോ 13,000 രൂപ ഓട്ടോമാറ്റിക്കിനൊക്കെ, പിന്നെ ഒരു 5-8 രൂപ സ്റ്റാർട്ടിങ്. ആ ബെഡല്ല, അത് തൊട്ടിലാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഇതാ മഞ്ഞക്ക് പകരം ഇതാ വാങ്ങിയത്. ഞാൻ വീഡിയോ ചിലപ്പോൾ കാണിച്ചത് മഞ്ഞായിരിക്കും, നിങ്ങൾ കണ്ടാലറിയാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ബേബിനെ ഓക്കെ
Yes. ബാക്കിൽ കുറെ ബാക്കിൽ നാഗവല്ലിന്റെ ഒച്ചയൊക്കെ നോക്കണ്ട, മാമന്റെ മോളാണ്, അവർ സൈക്കോ ആണ് കേട്ടോ, നോക്കണ്ട. അതവിടെ കച്ചറ ഉണ്ടാക്കിയുള്ള ഒച്ചാണ്. ഇതിലിതാ ഞാൻ എന്റെ ഉമ്മക്ക് ഇത് കാണിച്ചത് ഉമ്മ പറയണേ, അല്ല ഇത് പിടിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ കുഞ്ഞാവനെ ഞങ്ങൾ എവിടെ പോകണമെങ്കിലും ഇതിൽ ഇട്ടോളൂ. ഇതിൽ 2 കളറും കൂടി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ 2 കളറും കൂടി വാങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ പർച്ചേസിങ് വീഡിയോ. ഇത് പിന്നെ നമ്മളെ കുഞ്ഞാവക്ക് നമ്മള് ഉടുത്താനുള്ള നമ്മളെ വെള്ള തുണി എന്നൊക്കെ പറയില്ലേ, ആ കോട്ടൺ തുണികളാണ് കേട്ടോ കൊടുക്കാനാണ്. അതും അതേപോലെ തന്നെ വെള്ള ഇതൊക്കെ അവിടുന്ന് ഒറ്റ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഈ കോട്ടന്റെ ഈ സാധനം കിട്ടാൻ കുറെ പേരെ അറിയാം. സാധാരണ നോർമൽ ഷോപ്പിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പർച്ചേസിംഗ് വീഡിയോ. ഇനി എന്റെ പർച്ചേസിംഗ് വീഡിയോ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ബേബി കുറച്ച് സാധനങ്ങൾ എനിക്ക് എടുക്കാനുണ്ട്. അതിന് മുമ്പ് എനിക്ക് ലോൺ അപ്ലൈ ചെയ്യാണ്ട് അത് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് എന്തായാലും പർച്ചേസിംഗ് പോവാം. അപ്പം നെക്സ്റ്റ് വീഡിയോയില് അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ. ശരി, ബൈ. പോവല്ലേ വാസികാക്ക? പോവാ. പെട്ടിക്ക് ബാക്ക് ചെയ്തോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.